ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ്, നമ്മുടെ 3rd യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിനും സെക്കൻഡ് യൂണിറ്റിനും ക്ലാസ്സുകൾ കണ്ടു കാണുമല്ലോ. നമ്മൾ ഫുൾ ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ റീഡിംഗ് വീഡിയോയും അതേപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 2ാമത്തെയും 1ാമത്തെയും യൂണിറ്റിന്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അതേപോലെ തന്നെ എല്ലാ യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? 3ാമത്തെ യൂണിറ്റ്, നമ്മുടെ 3rd യൂണിറ്റ്, ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിന്റെ ക്ലാസ് ആണ്. എന്താ നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? ഇൻ ഹാർമോണി. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3rd യൂണിറ്റ്, ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ 3rd യൂണിറ്റ് ഇൻ ഹാർമോണി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റ്. അപ്പൊ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മുടെ 3rd യൂണിറ്റ് ഇൻ ഹാർമോണിയിലെ ഫസ്റ്റ് പേജിൽ എന്താ നിങ്ങൾ കാണുന്നത്? വളരെ നല്ല മനോഹരമായിട്ടുള്ള ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഒരു മരവും പിന്നെ കുറച്ച് ബേർഡ്സ്, അതായത് കുറച്ച് കാക്കകളാണ് കേട്ടോ. കാക്കന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ക്രോ എന്നാണ് പറയാ. പിന്നെ ഇവിടെ നോക്കൂ, ഡോഗിന്റെ പപ്പീസ് ഒക്കെ ഉണ്ട് അല്ലെ? പപ്പീസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താന്ന് വായിച്ചു നോക്കാം. അതിനു മുമ്പ് എന്താണ് ഹാർമോണി എന്ന് വെച്ചാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? ഇൻ ഹാർമോണി. ഓക്കെ, ഹാർമോണി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മീനിങ് എന്താണ്? ഐക്യം അല്ലെങ്കിൽ ഒത്തൊരുമ എന്നാണ് മലയാളത്തിൽ പറയുക. അതായത് ഹാപ്പിനെസ്, എനിക്കൊരു വേറൊരു വേർഡ്, അതായത് എല്ലാവരും കൂടെ ഒരു ഒത്തൊരുമ, ഐക്യം, അതിനെയാണ് നമ്മൾ ഹാർമോണി എന്ന് പറയുക. അപ്പൊ നമ്മുടെ 1ാമത്തെ ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം തന്നെ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഹാപ്പിനെസിനെ കുറിച്ചിട്ടും ഹെൽപ്പിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ പറയുന്നത് അല്ലേ? എല്ലാ ചാപ്റ്റേഴ്സിലും. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐക്യം, ഒത്തൊരുമയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ മഹാത്മാഗാന്ധിജിയുടെ എന്ത് ചെയ്യാം? ഒരു കോട്ടിങ്സ് എന്താ നമുക്ക് നോക്കാം. ഹാപ്പിനെസ് ഈസ് when what you think, what you say and what you do are in harmony. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് എന്നതിന്റെ അർത്ഥം എന്താ? സന്തോഷം എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? നമ്മൾ ചിന്തിക്കുന്നത്, വാട്ട് യു തിങ്ക്, എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും ചിന്തയും അതേപോലെ നമ്മൾ പറയുന്നതും എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? ആ ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പാഠത്തിലേക്ക് നമുക്ക് പാഠം വായിക്കാം. അതിന് മുമ്പ് ഇവിടെ കർട്ടൻ റൈസറിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ചിത്രത്തില് ആരാണ്? ഹു ആർ ഹിഡൻ ഇൻ ദിസ് പിക്ചർ. ഇവിടെ ആരൊക്കെയോ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലെ? ഹിഡൻ എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം. അപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കളർ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഡോഗിനെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ബേർഡ് ഉണ്ട് അല്ലെ? ഇവിടെ നോക്കൂ, നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ജീവികളൊക്കെ ഇവിടെ ഉണ്ട്, കുറച്ച് അനിമൽസ് ഒക്കെ ഉണ്ട്, അനിമൽസും ബേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? കളർ കൊടുക്കുക, അത് കണ്ടെത്തി കളർ കൊടുക്കുക. അപ്പൊ നമ്മുടെ 3ാമത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ഹാർമോണിയാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ്, റോക്കിന്റെ സ്റ്റോറി. റോക്കി എന്ന് പറയുന്നത് ഒരു പപ്പിയാണ്, ഒരു നായക്കുട്ടിയാണ് റോക്കി. അപ്പൊ റോക്കിയുടെ സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. റോക്കിയാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, റോക്കിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കിയാലോ. ഇവിടെ എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? ഇതാണ് നമ്മുടെ റോക്കി. ഓക്കെ, ഈ പപ്പിയുടെ, ഈ നായക്കുട്ടിയുടെ പേരാണ് റോക്കി. പിന്നെ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? കുറച്ച് നമ്മുടെ ഒരു ക്രോ ഉണ്ട് അല്ലെ? കാക്കയുണ്ട്. കാക്കന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ക്രോ. ഓക്കെ, പിന്നെ ക്രോ ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? മരത്തിന്റെ മുകളിലായിട്ട് ഒരു നെസ്റ്റ് കാണുന്നുണ്ട് അല്ലെ? നെസ്റ്റ് എന്ന് വെച്ചാൽ കൂട്, കിളിക്കൂട്. അപ്പൊ ഈ നെസ്റ്റിനകത്ത് ആരാ ഉള്ളത്? കാക്കയുടെ കുട്ടികളാണ് കേട്ടോ. കാക്കയുടെ ചിക്സ് ആണ്. കാക്കക്കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. എത്ര കാക്കക്കുട്ടികളുണ്ട്? 2 ചിക്സ് ഉണ്ട് അല്ലെ? പിന്നെ താഴെ ആരൊക്കെ ഉള്ളത്? നമ്മുടെ റോക്കി ഉണ്ട്. പിന്നെ ആരുണ്ട്? കുറെ ഈച്ചകളൊക്കെ ഉണ്ട് അല്ലെ? കുറെ ഈച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് കഥ വായിച്ചു നോക്കാം ആദ്യം. റോക്കി ദി puppy. Rocky the puppy was resting under a tree. He had just enjoyed a yummy meal. Bees buzzed around his head. Please don't irritate me. Rocky closed his eyes. Slowly he fell asleep. A crow was watching everything. She flew around the bees. Rocky woke up. Don't annoy me, he said. Okay, അപ്പൊ ഇവിടെ നമ്മുടെ റോക്കി ആരാന്നാ പറഞ്ഞത്? പപ്പിയാണ് അല്ലെ? നായക്കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ റോക്കി എന്ത് ചെയ്യാണ്? റോക്കി ദി പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ.
He had just enjoyed a yummy meal. റെസ്റ്റ് അവർ എന്താ വിശ്രമിക്കുകയാണ്. അപ്പൊ റോക്കി വിശ്രമിക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. എവിടെയാണ് റോക്കി വിശ്രമിക്കുന്നത്? എവിടെയാണ്? ഒരു മരത്തിന്റെ അണ്ടർ എ ട്രീ വെച്ചാൽ ഒരു മരത്തിന്റെ അടിയിലായിട്ട് റോക്കി ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്, വിശ്രമിക്കുകയാണ്. എന്ത് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്? He had just enjoyed a yummy meal. എന്താ yummy എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ? സ്വാദിഷ്ടമായ മീൽ എന്ന് വെച്ചാൽ ഭക്ഷണം. അപ്പൊ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, അവന് വളരെ ഇഷ്ടമുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച് വന്നിട്ട് എന്ത് ചെയ്യാണ്? മരത്തിന്റെ അടിയിൽ വന്നിട്ട് കിടക്കുകയാണ്, ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്, റെസ്റ്റ് ചെയ്യാണ്. ബീസ് എന്ന് വെച്ചാൽ ആരാ? തേനീച്ചകൾ ഇല്ലേ? തേനീച്ചകളിൽ ബീസ് പറയാം. ബീസ് ബസ്ഡ് അറൌണ്ട് ഹിസ് ഹെഡ്. അപ്പോഴാണ് കുറച്ച് തേനീച്ചകൾ എന്ത് ചെയ്യണം? അവന്റെ ചുറ്റും അവന്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ബസ് എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന്റെ ആ ഈച്ചകളുടെ മൂളുന്ന ശബ്ദം, ആ മൂളുന്നതാണ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക ഇവിടെ ബസ്ഡ് എന്ന് പറയുന്നത്. ബീസ് ബസ്ഡ് അറൌണ്ട് ഹിസ് ഹെഡ് എന്ന് വെച്ചാൽ അവന്റെ ചുറ്റും, അവന്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഈച്ചകൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ പറക്കുകയാണ് കേട്ടോ, ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റോക്കിക്ക് ദേഷ്യം വന്നു. റോക്കി എന്താ പറയുന്നത്? റോക്കി പറയണ പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്താണ് ഇറിറ്റേറ്റ് ചെയ്യണ്ട എന്ന് പറയണം അല്ലെ? ഇറിറ്റേറ്റ് ചെയ്യാൻ എന്താ? പ്രകോപിപ്പിക്കുക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ശല്യം ചെയ്യണ്ട, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ്, അതായത് എന്നെ ശല്യം ചെയ്യണ്ട എന്ന് പറയണം. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന് ദേഷ്യത്തോടെ പറയണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു? ഇത്രയും പറഞ്ഞുകൊണ്ട് റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. എന്നിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് റോക്കി എന്ത് ചെയ്തു? അവൻ കണ്ണുകൾ അടച്ചു. ഉറങ്ങാൻ വേണ്ടിയിട്ട് കണ്ണുകൾ അടയ്ക്കുകയാണ് ചെയ്തത്. ഉറങ്ങാൻ വേണ്ടി കണ്ണുകൾ അടച്ചു. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. സ്ലോലി he fell asleep. അങ്ങനെ പതുക്കെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. എ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ്. അപ്പൊ ഇതെല്ലാം തന്നെ ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഒരു കാക്ക മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് കാക്ക ഇതെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ റോക്കി ഇങ്ങനെ വന്ന് കിടക്കാൻ വരുന്നതും ഈച്ചകൾ വന്ന് ശല്യം ചെയ്തു, റോക്കിക്ക് ദേഷ്യം വന്നത്, ഇതെല്ലാം കാക്ക അങ്ങനെ കാണുക കേട്ടോ. ക്രോ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രോ എന്താ ചെയ്തത്? She flew around the bees. അപ്പൊ അവൾ എന്ത് ചെയ്തു? അവൾ എന്ന് വെച്ചാൽ ക്രോനെയാണ് പറയുന്നത് കേട്ടോ. ക്രോ എന്ത് ചെയ്തു? ബീസിന്റെ അടുത്തേക്ക് പറന്നു വന്നു. ബീസിന് ചുറ്റും ഇങ്ങനെ പറക്കുകയാണ് കേട്ടോ. ക്രോ വന്നിട്ട് ബീസിന് ചുറ്റും പറക്കുകയാണ്. റോക്കി വോക്കപ്പ്. അപ്പൊ എന്ത് ചെയ്തു? റോക്കി വോക്കപ്പ്. റോക്കി എഴുന്നേറ്റു അല്ലെ? റോക്കി വോക്കപ്പ്. അവൻ എഴുന്നേറ്റു. ശല്യം കാരണം, അതായത് ഈ മൊത്തമുള്ള ബഹളം കാരണം അവൻ എഴുന്നേറ്റിട്ട് അവൻ എന്താണ് ദേഷ്യത്തോടെ പറയാണ്. ഡോണ്ട് അനോയ് മീ ഹി സെഡ്. അനോയ് ചെയ്യുക എന്താ? ശല്യപ്പെടുത്തുക. അപ്പൊ ഡോണ്ട് അനോയ് മീ പറഞ്ഞാൽ എന്നെ ശല്യം ചെയ്യരുത് എന്ന് അവൻ പറയാണ്. ആരാ പറയുന്നത്? റോക്കി പറയാണ് കേട്ടോ. റോക്കി പറയാണ്. മൊത്തത്തിൽ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? റോക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ വന്നിട്ട് മരത്തിന്റെ അടിയിൽ കിടക്കാൻ വരികയാണ്, ഉറങ്ങാൻ വരികയാണ്. അപ്പോഴാണ് ആദ്യം കുറച്ച് ഈച്ചകൾ വന്ന് അവനെ ശല്യം ചെയ്തു. ഈച്ചകൾ വന്ന് ശല്യം ചെയ്തപ്പോൾ അവൻ ദേഷ്യത്തോടെ എന്താ അവൻ പറയുന്നത്? ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന് പറയും അല്ലെ? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. അവൻ വളരെ ക്ഷമയോടുകൂടെ പറയണല്ലേ, എന്നെ ശല്യം ചെയ്യരുത് എന്ന് വളരെ ഇതിൽ പ്ലീസ് ചെയ്ത് പറയണം. എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുതെന്ന് പറയാണ്. എന്ത് പറഞ്ഞു? ഇത് പറഞ്ഞിട്ട് പിന്നെ ആരതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരായിരുന്നു? ക്രോയാണ്. കാക്ക കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാക്ക വന്ന് ബീസിന് ചുറ്റും പറക്കുന്നുണ്ട്. ആ ശബ്ദത്തിൽ റോക്കി എഴുന്നേൽക്കുകയാണ്. റോക്കി എഴുന്നേറ്റിട്ട് എന്ത് പറയാണ്? ഡോണ്ട് അനോയ് മീ, എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് അവൻ വീണ്ടും പറയുന്നുണ്ട് അല്ലെ? റോക്കി പറയുന്നുണ്ട്. വാട്ട് വിൽ റോക്കി ഡു? അപ്പൊ ഇനി എന്തായിരിക്കും റോക്കി ചെയ്തിട്ടുണ്ടാവുക? അതാണ് ഇവിടെ ചോദ്യം. വാട്ട് വിൽ റോക്കി ഡു? നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും റോക്കിന് ചെയ്യാതെ. റോക്കി എഴുന്നേറ്റു. ദ ചേസ്. അടുത്ത ടോപ്പിക് നോക്കൂ. ദി ചേസ്. എന്താ ചേസ് ചെയ്യുക? എന്താ? പിന്തുടരുക, ഓടിക്കുക. അതിനൊക്കെ നമ്മൾ ചേസ് എന്നാ പറയുക. ഓടിക്കുക അല്ലെങ്കിൽ പിന്തുടരുക, അതൊക്കെ ചേസ് എന്ന് പറയും. ഇത് കണ്ടിട്ടില്ലേ? എലിയെ പൂച്ച ഓടിക്കുന്നതും പൂച്ചനെ നായ ഓടിക്കുന്നതൊക്കെ, നമ്മൾ ക്യാറ്റിനെ ഡോഗ് ഓടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ? നമ്മൾ ചേസ് ചെയ്യാന്നാണ് പറയുക. ഓക്കെ, ഇത് ആദ്യം വായിക്കാം. റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്യൂരൽ. He thought of having some fun. He chased the cat. Leave me, let me catch the squirrel. The cat hissed at him. By then, the squirrel had climbed up a tree. Chill, chill, chill. It mocked the cat. The cat also climbed up. Rocky stood below and looked at the cat. അപ്പൊ അങ്ങനെ അവന്റെ ഉറക്കമൊക്കെ പോയി. അതായത് ഈ കാക്കയും അതുപോലെ ബീസൊക്കെ വന്ന് ശല്യം ചെയ്ത് റോക്കിക്ക് ഉറങ്ങാൻ പറ്റാതെ റോക്കിയുടെ ഉറക്കമൊക്കെ പോയി. അപ്പൊ റോക്കി ഇങ്ങനെ നോക്കുമ്പോഴാണ് എന്ത് കണ്ടത്? റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്യൂരൽ. റോക്കി എന്ത് കണ്ടു? ഒരു പൂച്ച സ്ക്യൂരൽ എന്ന് വെച്ചാൽ അണ്ണാൻ. ഓക്കെ, അണ്ണാനെ ഓടിക്കുന്നത് കണ്ടു. അതായത് അണ്ണാനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാറ്റ് അണ്ണാന്റെ പിന്നാലെ ഓടുകയാണ്. അത് ആരെ കണ്ട്? റോക്കി കണ്ടു. അപ്പൊ അവനത് കണ്ടപ്പോൾ വളരെ ഫണ്ണായിട്ട് തോന്നി, നല്ല രസകരമായിട്ട് തോന്നുകയാണ്. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അപ്പൊ അതിലെന്തോ അവനൊരു ഇഷ്ടം തോന്നി. ഇങ്ങനെ ഓടിക്കുന്നതൊക്കെ വളരെ ഒരു ഫണ്ണായിട്ടാണ് തോന്നുകയാണ്. ഹി ചേസ് ദ കാറ്റ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? ആ കാറ്റിനെ, അതായത് നമ്മുടെ സ്ക്യൂരലിനെ ചേസ് ചെയ്യുന്ന കാറ്റിനെ ആര് ചേസ് ചെയ്യാണ്? റോക്കി പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. റോക്കി പിന്നാലെ പോയി പിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ കാറ്റിന് ദേഷ്യം വന്നു. കാറ്റ് അപ്പൊ എന്താ ചെയ്യുന്നത്? ദേഷ്യത്തോടെ പറയാണ് കേട്ടോ.
ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ. എന്നെ വിട്, ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ പോയി സ്ക്യൂരലിനെ പിടിക്കട്ടെ, ഞാൻ ആ സ്ക്യൂരലിനെ അണ്ണാനെ ക്യാച്ച് ചെയ്യട്ടെ. ഇത് ക്യാറ്റ് ദേഷ്യത്തിലാണ് പറയുന്നത്. ക്യാറ്റ് ഹിസ്സഡ്. ഹിസ്സഡ് എന്ന് വെച്ചാൽ എന്താ, ചീറുക എന്ന് വെച്ചാൽ നമ്മൾ പൂച്ചകളൊക്കെ ദേഷ്യം വരുമ്പോൾ കാണിക്കുന്ന ഒരു ആക്ട് ആണ് ഹിസ്സിയ എന്ന് പറയുന്നത്. അപ്പൊ ക്യാറ്റ് ഡോഗിനെ നോക്കിയിട്ട്, അതായത് നമ്മുടെ റോക്കിയെ നോക്കിയിട്ട് ചീറിക്കൊണ്ട് പറയുകയാണ്, ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ എന്ന് പറയുകയാണ്. ബൈ ദെൻ ദ സ്ക്യൂരൽ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. അപ്പോഴേക്കും നമ്മുടെ സ്ക്യൂരൽ അണ്ണാൻ എന്ത് ചെയ്തു, മരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി. ചിൽ 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 ഇറ്റ് മോക്ക്ഡ് ദ കാറ്റ്. എന്നിട്ട് താഴേക്ക് നോക്കി, കാറ്റിനെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, സ്ക്യൂരൽ കാറ്റിനെ നോക്കി മോക്കിയ വെച്ച് എന്താ അർത്ഥം, പരിഹസിക്കുകയാണ്. മോക്കിയ വെച്ച് അതിന് മീനിങ് പരിഹസിക്കുക. അപ്പൊ നമ്മളോട് ഞാൻ രക്ഷപ്പെട്ടു, നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നൊരു അർത്ഥത്തിൽ അണ്ണാൻ എന്ത് ചെയ്യണം, സ്ക്യൂരല് നമ്മുടെ കാറ്റിനെ നോക്കിയിട്ട് മോക്ക് ചെയ്തു. അപ്പൊ കാറ്റിന് ദേഷ്യം വന്നു. അപ്പൊ കാറ്റ് എന്ത് ചെയ്തു, ദ കാറ്റ് ഓൾസോ ക്ലൈംബ്ഡ് അപ്പ്. കാറ്റിന് ദേഷ്യം വന്നു, എങ്ങനെയെങ്കിലും ആ സ്ക്യൂരലിനെ പിടിക്കണം. കാറ്റും മരത്തിന്റെ മുകളിലേക്ക് കയറി. ദ കാറ്റ് ഓൾസോ ക്ലൈംബ്ഡ് അപ്പ്. ദ കാറ്റ് ഓൾസോ ക്ലൈംബ്ഡ് അപ്പ് എന്ന് കാറ്റും മുകളിലേക്ക് കയറി. അപ്പൊ നമ്മുടെ റോക്കി പിന്നാലെ മരത്തിന്റെ മുകളിൽ കയറാനൊന്നും നോക്കുന്നില്ല. റോക്കി സ്റ്റൂഡ് ബിലോ. താഴെ വരെയാണ് പൂച്ചയെ പിടിക്കാൻ നോക്കിയത്. അപ്പൊ എന്തായാലും താഴെ നിന്ന് നോക്കുന്നുണ്ട്. റോക്കി സ്റ്റൂഡ് ബിലോ, താഴെ നിന്നു. റോക്കി താഴെ നിന്നു ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ കാറ്റ്. എന്നിട്ട് മേലേക്ക് പോകുന്ന കാറ്റിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി. അപ്പൊ എന്തായിരിക്കും എന്നുകൊണ്ട് കാറ്റിനെ പിടിക്കാൻ വേണ്ടി റോക്കി ഓടിച്ചപ്പോ കാറ്റ് എന്തായിരിക്കാം റോക്കിയോട് പറഞ്ഞിട്ടുണ്ടാവുക, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ കണ്ടോ, കാറ്റ് പറയുന്ന പോലെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എഴുതണം, എന്താണ് പറയാ, ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ. എന്നെ വിട്, ഞാൻ പോയിട്ട് ആ സ്ക്യൂരലിനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നെക്സ്റ്റ് പേജ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നോക്കാം. നെക്സ്റ്റ് എന്ത് സംഭവിച്ചു, ദ കെയറിംഗ് ക്രോ. കെയർ ചെയ്യവർ എന്താ, കരുതൽ എന്നാണ് അതിന്റെ അർത്ഥം. മലയാളം മീനിങ് കരുതൽ എന്നാണ്. അപ്പൊ കരുതലുള്ള കാക്ക എന്നാണ് ആ ഹെഡിങ്ങിന്റെ മീനിങ്. ദ സ്ക്യൂരൽ ഡിസപ്പിയർഡ് എമംഗ് ദി ലീവ്സ്. The cat looked down. He saw Rocky trying to climb up the tree. The cat jumped down and escaped. The crow saw it. Her nest was on that tree. Her chicks were in it. She was afraid. She started circling around Rocky. Rocky stood up on his hind legs. അപ്പൊ എന്ത് സംഭവിച്ചു, എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്, അതെ എന്ത് സംഭവിച്ചു, നമ്മുടെ സ്ക്യൂരല്, അങ്ങനെ സ്ക്യൂരൽ മരത്തിന്റെ ഇടയിൽ പോയി ഒളിച്ചു. പിന്നെ സ്ക്യൂരലിനെ കാണാനില്ല. കാറ്റിന് സ്ക്യൂരലിനെ പിടിക്കാൻ പറ്റുമോ, ഇല്ല അല്ലെ, കാറ്റിന് സ്ക്യൂരലിനെ പിടിക്കാനൊന്നും പറ്റിയില്ല. സ്ക്യൂരൽ ഓടി പോയി അങ്ങനെ ലീവ്സിന് ഇലകൾക്ക് ഇടയിൽ എവിടെയോ കാണാതായി. ഓക്കെ, അപ്പൊ നമ്മുടെ കാറ്റിന് ആരെ കിട്ടിയില്ല, കാറ്റിന് നമ്മുടെ സ്ക്യൂരലിനെ പിടിക്കാൻ പറ്റിയില്ല. ആൻഡ് എന്ത് സംഭവിച്ചു, നെക്സ്റ്റ് എന്ത് സംഭവിച്ചു, ദ കാറ്റ് ലുക്ക്ഡ് ഡൗൺ. കാറ്റ് താഴേക്ക് നോക്കുകയാണ്, അതായത് റോക്കി പിന്നാലെ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാറ്റ് താഴേക്ക് നോക്കുകയാണ്. ഹി സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അപ്പൊ എന്താണ് കാറ്റ് അപ്പൊ എന്താ കണ്ടത്, റോക്കി മരത്തിന്റെ മേലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ക്ലൈംബ് അപ്പ് ചെയ്ത് മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി റോക്കി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ദ കാറ്റ് ജമ്പ് ഡൗൺ ആൻഡ് എസ്കേപ്പ്. അപ്പൊ കാറ്റ് വേഗം എന്ത് ചെയ്തു, താഴേക്ക് ചാടിയിട്ട് എവിടേക്ക് ഓടി രക്ഷപ്പെട്ടു, എസ്കേപ്പ് ചെയ്തു, രക്ഷപ്പെട്ടു. ദ ക്രോ സോ. അപ്പൊ ഇതെല്ലാം തന്നെ ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരാ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാ, നമ്മുടെ ക്രോ ആണ് ഇതെല്ലാം കാണുന്നത് കേട്ടോ. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അപ്പൊ എന്തുകൊണ്ടാണ് അവള് റോക്കി നോക്കുന്നതെന്ന് വെച്ചാല് ആ ക്രോന്റെ കൂട്, നെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, നെസ്റ്റ് എന്ന് വെച്ചാൽ കൂട് എവിടെയാണുള്ളത്, ആ മരത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ടെൻഷനും ആ ക്രോയ്ക്ക് ഉണ്ട്. കാരണം എന്താ, ആ നെസ്റ്റില് ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്. ആ നെസ്റ്റിനകത്ത് അവളുടെ കുട്ടികളുണ്ട്, അവളുടെ ചിക്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഷീ വാസ് എഫ്രൈഡ്. അതുകൊണ്ട് തന്നെ അവളധികം ഭയന്നാണ് നിൽക്കുന്നത്. കാരണം ഇവര് പോയിട്ട് എങ്ങാനും കാറ്റോ അല്ലെങ്കിൽ റോക്കിയോ പോയിട്ട് ആ ചിക്സിനെ പിടിക്കും എന്നുള്ള പേടി കാരണമാണ് അവൾ അങ്ങനെ നോക്കി നിൽക്കുന്നത്. ഷീ സ്റ്റാർട്ടഡ് സർക്കിളിങ് അറൗണ്ട് റോക്കി. അപ്പൊ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ മരത്തിന് മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന റോക്കിക്ക് ചുറ്റും അവൾ സർക്കിൾ ചെയ്യാൻ തുടങ്ങി. സർക്ലിങ് എന്ന് വെച്ചാൽ എന്താ, സർക്ലിംഗ് എന്ന് വെച്ചാൽ വട്ടമിട്ട് പറക്കുക. ഈ കാക്കകളൊക്കെ ഇങ്ങനെ വട്ടോട്ട് പറക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ആകാശത്ത് ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നുണ്ട്, അത് വട്ടമിട്ട് പറക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്രോയും എന്ത് ചെയ്യുന്നുണ്ട്, റോക്കിക്ക് ചുറ്റും സർക്കിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് റോക്കി സ്റ്റൂഡ് അപ്പ് ഓൺ ഹിസ് ഹൈൻഡ് ലെഗ്സ്. അപ്പൊ റോക്കി എന്ത് ചെയ്തു, ആ മരത്തിൽ കയറുന്നതൊക്കെ നിർത്തിയിട്ട് അവനെ പെട്ടെന്ന് എന്ത് ചെയ്തു, അവന്റെ പിൻകാലുകൾ, ഹൈൻഡ് ലെഗ്സ് എന്ന് വെച്ചാൽ പിൻകാലുകൾ, ബാക്കിൽ കണ്ടോ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ബാക്കിലുള്ള കാലുകൾ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ കാലുകൾ പൊക്കി ബാക്കിലത്തെ കാലുകൾ കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്തായിരിക്കും ഇപ്പൊ റോക്കി എന്തായിരിക്കും ഈ ക്രോയിനോട് പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഹേ നോട്ടി ക്രോ ഗോ എവേ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പറക്കുകയാണ് അല്ലെ, റോക്കിക്ക് ചുറ്റും ഇങ്ങനെ പറക്കുമ്പോൾ നമ്മുടെ റോക്കിക്ക് ദേഷ്യം വന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഹേ നോട്ടി ക്രോ ഗോ എവേ ദൂരെ പോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, എന്തായിരിക്കും അടുത്തത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നോക്കൂ. ദ ഹംഗ്രി ക്രോ. ആരാണ് ഹംഗ്രി എന്ന് വെച്ചാൽ വിശപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ഹംഗ്രി ക്രോ, വിശക്കുന്ന കാക്ക, വിശപ്പുള്ള കാക്ക എന്നാണ് അതിന്റെ അർത്ഥം. റോക്കി വാക്ക്ഡ് ബാക്ക്. On the way, he got a bone. He sat on the grass and started chewing it.
Wah, Manji, whoosh. He closed his eyes in joy. The crow was observing the scene. She was very hungry. She snatched the bone and flew away. Oh, you naughty crow, Rocky barked. He did not know what to do. He jumped up and down several times. He scratched his head and rolled in the mud. Slowly he calmed down. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ ക്രോ ഇങ്ങനെ സർക്കിൾ ചെയ്തപ്പോൾ റോക്കിയെ മരത്തിൽ കയറുന്നതൊക്കെ ഉപേക്ഷിച്ച് മരത്തിലൊന്നും കയറണ്ടെന്ന് വെച്ചാൽ അവൻ തിരിച്ച് നടക്കുകയാണ്. റോക്കി വാക്ക് ഉണ്ടാക്കാം, തിരിച്ച് നടന്നു. കാറ്റിനെയൊക്കെ വിട്ടിട്ട് കാറ്റൊക്കെ പോയല്ലോ, ഓടി രക്ഷപ്പെട്ടു പോയല്ലോ. അപ്പൊ റോക്കി തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് അവൻ നടക്കുന്ന സമയത്ത് അവൻ എന്ത് കണ്ടു? ഓൺ ദ വേ അവൻ തിരിച്ചിങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് അവൻ എന്താ കണ്ടത്? ഹി ഗോട്ട് എ ബോൺ. അവനൊരു ബോൺ കണ്ടു, അവനൊരു ബോൺ കിട്ടി. ഹി ഗോട്ട് എ ബോൺ, ഒരു ബോൺ കിട്ടി. ബോൺ കിട്ടിയവർ എന്താ? എല്ല്. നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ? ക്രോവിന്റെ കാലിൽ കണ്ടോ? നമ്മുടെ പപ്പീസ് നായ്ക്കുട്ടികളൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ബോൺ അല്ലേ? ബോൺ ഒരു എല്ല് കഷ്ണമാണ് ഇത്. അപ്പൊ അതാണ് അവൻ കണ്ടത്. അപ്പൊ അത് എന്ത് ചെയ്തു? വളരെയധികം ഇഷ്ടമാണ്. He sat on the grass and started chewing it. അപ്പൊ അവൻ വേഗം ആ ബോൺ എടുത്തിട്ട് ആ എല്ലും കൊണ്ടുപോയി ഒരു ഗ്രാസിന്റെ പുല്ലിന്റെ മേലെ പോയി ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ട് ചൂയിങ് ഇറ്റ്. എന്നിട്ട് അത് മെല്ലെ ഇങ്ങനെ ചൂയിങ് ചെയ്യാൻ തുടങ്ങി. ചൂയിങ് വെച്ചാൽ ചവയ്ക്കുക, ചവച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്വാദ് വളരെയധികം ഇഷ്ടമായിട്ടോ. അതാണ് അവൻ പറയുന്നത്. വാ, മഞ്ചി, വൂഷ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ സ്വാദിനെ കുറിച്ച് പറയട്ടോ. വളരെ സ്വാദിഷ്ടമായിട്ട്. അപ്പൊ അതിനുള്ള എക്സ്പ്രഷൻസ് ഒക്കെയാണ് അവിടെ പറയുന്നത്. ഈ ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. അപ്പൊ അങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ആ ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദ ക്രോ വാസ് ഒബ്സർവിംഗ് ദ സീൻ. ഇത് ആര് കാണുന്നുണ്ടായിരുന്നു? ക്രോ കാണുന്നുണ്ടായിരുന്നു അല്ലെ? ആ സീനൊക്കെ ക്രോ കാണുന്നുണ്ടായിരുന്നു, ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷീ വാസ് വെരി ഹംഗ്രി. അപ്പൊ കാക്ക വളരെയധികം വിശന്നിട്ട് നിൽക്കുകയാണ്. വളരെയധികം വെരി ഹംഗ്രി വെച്ചാൽ ആ കാക്കയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. അപ്പൊ ആ കാക്ക എന്ത് ചെയ്തു? പറന്ന് വന്ന് ഷീ സ്നാച്ച് ചെയ്യാൻ വെച്ചാൽ എന്താ? സ്നാച്ചിന്റെ അർത്ഥമാണ് കേട്ടോ. സ്നാച്ച്ഡ് എന്ന് വെച്ചാൽ തട്ടിയെടുക്കുക. അതായത് നമ്മുടെ ആരുടെ കയ്യിലുള്ളതായിരുന്നു? ആരുടെ കയ്യിലുള്ളതായിരുന്നു? നമ്മുടെ എന്താണ്? റോക്കിയുടെ കയ്യിലുള്ള ബോൺസ് ആരാണ് സ്നാച്ച് ചെയ്തത്? സ്നാച്ച്ഡ് ആണ് തട്ടിയെടുക്കുക. അപ്പൊ ആരാണ് തട്ടിയെടുത്തത്? നമ്മുടെ ക്രോ വന്നിട്ട് പറന്ന് വന്ന് തട്ടിയെടുത്തിട്ട് പോയി റോക്കിയുടെ ബോൺ. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. എന്നിട്ട് തട്ടിയെടുത്ത് ആ ബോണും കൊണ്ട് ദൂരേക്ക് പറന്നു പോയി. അപ്പൊ ഓ യു നോട്ടി ക്രോ, റോക്കി ബാർക്ക്ഡ്. അപ്പൊ ഇത് കണ്ട് ദേഷ്യം വന്ന് എന്ത് നമ്മൾ ക്രോനെ വിളിച്ച് പറയാനുള്ള യു നോട്ടി ക്രോ എന്നൊക്കെ പറഞ്ഞ് റോക്കി എന്ത് ചെയ്യുന്നുണ്ട്? ബാർക്ക് ചെയ്യുന്നുണ്ട്. ബാർക്ക്ഡ് എന്ന് വെച്ചാൽ എന്താ? ബാർക്ക്ഡ് എന്ന് വെച്ചാൽ കുരയ്ക്കുന്നതിനാണ് ബാർക്കിയ പറഞ്ഞത്. കണ്ടോ? ബാർക്ക്ഡ് എന്ന് വെച്ചാൽ കുരച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവന് അറിയില്ല എന്ത് ചെയ്യണം. അവന് ബോണ് പോയി. അവൻ വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ബോണാണ് ആ കാക്ക വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോയത് അല്ലെ? അപ്പൊ അവൻ എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് പോയത്. അപ്പൊ എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈം. അവൻ അത് കാക്ക പറന്നു പോയി. അവൻ മേലേക്കും താഴേക്കും ഒരുപാട് തവണ ചാടുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. ദേഷ്യം കാരണം, അതായത് ആ ബോൺ കിട്ടാത്തതിന്റെ വിഷമം കാരണം അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ തലയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിലിട്ട് ഉരയ്ക്കുന്നുണ്ട്. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. മഡിലൊക്കെ കിടന്ന് കണ്ടിട്ടില്ലേ? പപ്പീസും ഡോഗ്സ് ഒക്കെ ഇങ്ങനെ മണ്ണിലും ചളിയിലൊക്കെ കിടന്ന് ഉരുളുന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ മഡ് എന്ന് വെച്ചാൽ ചളിയിൽ കിടന്ന് അവൻ റോൾ ചെയ്യുന്നുണ്ട്, ഉരുളുന്നുണ്ട്. അങ്ങനെ ആ ദേഷ്യമൊക്കെ അങ്ങനെ പതിയെ കുറഞ്ഞു. സ്ലോലി ഹി കാംഡ് ഡൗൺ. പതുക്കെ അവൻ എന്തായി? പതുക്കെ അവൻ എന്ത് ചെയ്തു? അവരുടെ ദേഷ്യമൊക്കെ കുറഞ്ഞു, അവൻ കാമായി. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ സ്ക്രാച്ച്ഡ് എന്ന് വെച്ചാൽ ചൊറിഞ്ഞു എന്നാണ് അർത്ഥം. റോക്കി ബാർക്ക്ഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. ഇവിടെ ചോദ്യം എന്താ? റോക്കി ഒരുപാട് തവണ കുരയ്ക്കുകയും അതേപോലെ തന്നെ ഉറക്ക നിലവിളിക്കുകയും ജമ്പ് ചെയ്യും, മേലേക്ക് താഴേക്കും ജമ്പ് ചെയ്യുകയും ഒരുപാട് തവണ ചെയ്തു. എന്തിനാണ്? ബിക്കോസ് എന്താ? കാരണം എന്താ? ദ ക്രോ സ്നാച്ച്ഡ് ഹിസ് ബോൺ ആൻഡ് ഫ്ലൂ അവേ. ടു ഗെറ്റ് ബാക്ക് ഹിസ് ബോൺ ഹി ബാർക്ക്ഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈം. കാക്ക വന്ന് അവന്റെ ബോണ് തട്ടിയെടുത്തുകൊണ്ട് പറന്നുപോയി. അപ്പൊ ആ ബോൺ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഒരുപാട് തവണ നിലവിളിക്കുകയും കുരയ്ക്കുകയും അതേപോലെ ജമ്പ് ചെയ്യും, മേലേക്കും താഴേക്കും ജമ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത പേജ്. എന്താ ചിത്രത്തിൽ കാണുന്നത്? എന്താ? ദ ഹെവി റെയിൻ. നല്ല മഴയാണ് അല്ലെ? ഹെവി റെയിൻ, വളരെ ശക്തമായിട്ടുള്ള ഒരു മഴയാണ്. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രോ ഡാർക്ക്. ദ വിൻഡ് ഹൗൾഡ്. എ ഹെവി തണ്ടർ ഷൂക്ക് ദ ഗ്രൗണ്ട്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. Cra cra, the crow cawed aloud. She saw her nest was swaying in the wind. Soon the branch broke and the nest fell down. അപ്പൊ എന്ത് സംഭവിച്ചു? നല്ല ശക്തമായ മഴ വന്നു. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? അപ്പൊ നമ്മുടെ റോക്കിയുടെ ബോണൊക്കെ പോയി റോക്കിക്ക് കുറെ ദേഷ്യമൊക്കെ വന്നു. അവസാനം കാമായിട്ട് അവൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്ത് കണ്ടത്? സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രോ ഡാർക്ക്. നല്ല നീല ആകാശം പോയി പെട്ടെന്ന് ഇരുണ്ടു. മഴ വരുമ്പോഴൊക്കെ നമ്മുടെ ആകാശം കണ്ടിട്ട് എങ്ങനെയായിരിക്കും? ആകാശത്തിൽ മഴമേഘങ്ങൾ വന്ന് നിറയും അല്ലെ? ഇരുണ്ട് വരാൻ തുടങ്ങും. അങ്ങനെ ഡാർക്കായി. വിൻഡ് ഹൗൾഡ് എന്ന് വെച്ചാൽ എന്താ? അലറി എന്ന് വെച്ചാൽ വിൻഡ് എന്ന് വെച്ചാൽ കാറ്റ് വന്ന് അലറുക എന്നല്ല, ഒച്ചയിൽ ബഹളം വെച്ചു എന്നല്ല അതിന്റെ അർത്ഥം. വിൻഡ് ഹൗൾഡ് എന്ന് വെച്ചാൽ
വെച്ചാൽ ആ കാറ്റിന്റെ ശബ്ദമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള കാറ്റ് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹെവി തണ്ടർ ഷുക്ക് ദ ഗ്രൗണ്ട്. അതോടൊപ്പം തന്നെ ഹെവി തണ്ടർ എന്ന് വെച്ചാൽ എന്താണ്, ഇടിമുഴക്കം, ഹെവി ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഇടിമുഴക്കമൊക്കെ വന്നു. അങ്ങനെ നല്ല ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കോവഡ് അലൗഡ്. ക്രാ ക്രാ എന്ന് ആരാണ് നിലവിളിക്കുക? കാക്ക അല്ലെ, ക്രോ. അപ്പൊ കാക്കകൾ കരയുന്നതിനെ പറയുന്ന പേരാണ് കോവിഡ് എന്ന് പറയുന്നത്. കോവിഡ് ഇവിടെ കണ്ട ഈ വേർഡ് കണ്ടില്ലേ, കോവിഡ്. കോവിഡ് എന്ന് വെച്ചാൽ കാക്കയുടെ കരച്ചിലിനെ പറയുന്ന പേരാണ് കോവിഡ് എന്ന് പറയുന്നത്. അപ്പൊ കാക്ക എങ്ങനെയാണ് കരയുന്നത്? ക്രാ ക്രാ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ഷീ സോ, അപ്പൊ ആ ക്രോ എന്താ കാണുന്നത്? ഏത് ക്രോയാണ്? നമ്മുടെ റോക്കിന്റെ ബോൺ തട്ടിയെടുത്തുകൊണ്ട് പോയ ആ ക്രോയാണ് കേട്ടോ ഇവിടെ കരയുന്നത്. ആ ക്രോന്റെ കൂടാണ് ഇവിടെ ഉള്ളത്, നെസ്റ്റ് ഉള്ളത്. ഷീ സോ ഹെർ നെസ്റ്റ് സ്വേയിങ് ഇൻ ദ വിൻഡ്. അവൾ എന്ത് കണ്ടിട്ടാണ് കരയുന്നത്? അവളുടെ കൂട്, നെസ്റ്റ് കാറ്റത്ത് ഇങ്ങനെ ആടി ഒലയാണ്. സ്വേയിങ് ഇൻ ദ വിൻഡ് വെച്ചാൽ കാറ്റത്ത് ആടി ഒലയാണ്. ഇപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും ആ കൂട് എന്ത് ചെയ്യും? നിലത്ത് വീഴും. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് നെസ്റ്റ് ഫെൽ ഡൗൺ. അപ്പൊ അവൾ വിചാരിച്ച പോലെ, അവൾ പേടിച്ച പോലെ തന്നെയായി. അത് ശക്തമായ കാറ്റിലും മഴയിലും ആ നെസ്റ്റ് എന്ത് ചെയ്തു? ആ ബ്രാഞ്ച്, ആ കൊമ്പ് തന്നെ പൊട്ടി താഴെ വീണു. അവള് കൂടും എന്ത് ചെയ്തു? താഴെ വീണു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്. അപ്പൊ കുട്ടികൾക്ക്, അതായത് ആ കാക്ക കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഹെൽപ്പിംഗ് ദി ഹെൽപ്ലെസ്. അപ്പൊ ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ് എന്ന് വെച്ചാൽ എന്താ? സഹായം ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കുക. സഹായം ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? സഹായിക്കണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ എന്ത് സംഭവിച്ചത്? കിയോ കിയോ റോക്കി ഹിയർഡ് എ സൗണ്ട്. ഹി സോ ദ ചിക്സ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റ്. The chicks were drenched in the rain. Kio, kio. Their cry became louder. They were shivering. Don't worry, dears, Rocky consoled them. Help me, Rocky heard a cry. He turned towards the sound. He saw the mother crow caught under a fallen branch. His heart melted. Rocky tried to move the branch. It was heavy. He pulled it with all his strength. Finally, he was able to move it and save the crow. The crow's eyes swelled up. She looked at Rocky with gratitude. Take care, said Rocky and walked away. അപ്പൊ എന്താ സംഭവിച്ചത്? അവൾ ആ ക്രോന്റെ നെസ്റ്റ് ബ്രാഞ്ചോട് കൂടെ, കൊമ്പോട് കൂടെ താഴേക്ക് വീണു. നെസ്റ്റ് വീണു. നെസ്റ്റിൽ ആരുണ്ടായിരുന്നു? ക്രോന്റെ ചിക്സ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ റോക്കി എന്ത് കേൾക്കണം? ആ ചിക്സിന്റെ ശബ്ദം കേൾക്കണം. കിയോ കിയോ എന്ന് പറഞ്ഞ് കരയുന്ന ആരാണ്? ആ ക്രോന്റെ ചിക്സ് ആണ് കരയുന്നത്. അപ്പൊ റോക്കി ആ ശബ്ദം കേട്ടു. ഹി സോ ദ ചിക്സ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പൊ എന്ത് കണ്ടു? നിലത്ത് വീണ് കിടക്കുന്ന ചിക്സിനെ, ആ കുട്ടികളെ നമ്മുടെ റോക്കി കണ്ടു. ഹി ഫെൽ പിറ്റി ഫോർ ദം. അപ്പൊ അവൻ എന്ത് തോന്നി? പിറ്റി എന്ന് വെച്ചാൽ എന്താ? സഹതാപം. ആ കുട്ടികളെ കണ്ടപ്പോൾ വളരെ സഹതാപം തോന്നി. അപ്പൊ അവൻ എന്ത് ചെയ്തു? ആൻഡ് വാക്ക് ടുവേർഡ്സ് നെസ്റ്റ്. അവൻ അധികം നടന്ന് ആ നെസ്റ്റിന്റെ അടുത്ത് പോയി. അപ്പൊ എന്താ കണ്ടത്? ദ ചിക്സ് വർ ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. ഡ്രഞ്ച്ഡ് എന്ന് വെച്ചാൽ എന്താ? നനഞ്ഞു. മഴയത്ത് നനഞ്ഞു കിടക്കുകയാണ് കുട്ടികൾ, നനഞ്ഞു കിടക്കുകയാണ് മഴയത്ത്. കിയോ കിയോ ദെയർ ക്രൈ ബിക്കം ലൗഡർ. ഉറക്കം നിലവിളിക്കുന്നത്, പേടിച്ചുകൊണ്ട് ആ ചിക്സ് ഉറക്കം നിലവിളിക്കുകയാണ് കേട്ടോ, കരയാണ്. ദേ വർ ഷിവറിങ്. അപ്പൊ മഴയത്ത് നനഞ്ഞ് വിറയ്ക്കുന്നുണ്ട്. വിറച്ചു. ഷിവർ ചെയ്യുക പറഞ്ഞാൽ വിറയ്ക്കുക. ഡോണ്ട് വെറി ഡിയേഴ്സ്, റോക്കി കൺസോൾഡ് ദം. അപ്പൊ അവൻ റോക്കി എന്ത് ചെയ്യണം? ആ ചിക്സിനെ ആശ്വസിപ്പിക്കുകയാണ്. കൺസോൾ ചെയ്യാൻ ആശ്വസിപ്പിക്കുകയാണ്. ഡോണ്ട് വെറി ഡിയേഴ്സ്, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് റോക്കി ആ കുട്ടികളെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് വേറെ ആരോ കരയുന്നത് കേട്ടത് അല്ലെ. ഹെൽപ്പ് മീ എന്നിട്ട് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് വേറെ ആരോ കരയുന്നതും റോക്കി കേൾക്കുകയാണ്. അപ്പൊ റോക്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ടേൺ ടുവേർഡ്സ് സൗണ്ട്, എവിടെ നിന്നാണ് ശബ്ദം എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം വരുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് റോക്കി എന്താ കണ്ടത്? ഹി സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. അപ്പൊ വീണ് കിടക്കുന്ന മരത്തിന്റെ ഒരു കൊമ്പ് വീണല്ലോ, ആ കൊമ്പിന്റെ അടിയിലായിട്ട് കാക്ക, മദർ ക്രോ, അതായത് ഈ ചിക്സിന്റെ മദർ ക്രോ കിടക്കുന്നു അല്ലെ. മദർ ക്രോയ്ക്ക് അപ്പൊ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, കാരണം ആ ക്രോന്റെ മുകളിലാണ് എന്തുള്ളത്? ബ്രാഞ്ച് ഉള്ളത്, ആ പൊട്ടി വീണ ബ്രാഞ്ച് ഉള്ളത്. ഹിസ് ഹേർട്ട് മെൽറ്റഡ്. അപ്പൊ അവന് വളരെ സങ്കടം തോന്നി. ഹിസ് ഹേർട്ട് മെൽറ്റഡ് എന്ന് വെച്ചാൽ, ഹേർട്ട് എന്ന് വെച്ചാൽ ഹൃദയം. ഓക്കെ, മെൽറ്റഡ് എന്ന് വെച്ചാൽ ഉരുക. അപ്പൊ ഹൃദയം ഉരുകി എന്നല്ല, അതിന്റെ അർത്ഥം എന്താണ്? മെൽറ്റ് ചെയ്യുക പറഞ്ഞാൽ ഉരുക എന്നാണ് മീനിങ്. ഇവിടെ അവന് സഹതാപം അല്ലെ, സങ്കടം തോന്നുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റോക്കി ട്രൈ ടു മൂവ് ദ ബ്രാഞ്ച്. ഇറ്റ് വാസ് ഹെവി. അപ്പൊ റോക്കി എന്ത് ചെയ്തു? വേഗം തന്നെ ആ ബ്രാഞ്ച്, ആ കൊമ്പ് മാറ്റാൻ അവിടെ നിന്ന് ശ്രമിക്കുകയാണ്, മൂവ് ചെയ്യാൻ, നീക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വളരെ ഹെവി ആയിരുന്നു ആ ബ്രാഞ്ച്, ആ കൊമ്പ്. ഇറ്റ് വാസ് ഹെവി, വളരെയധികം ഹെവി ആയിരുന്നു, അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഹി പുള്ളഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അപ്പൊ അവന്റെ സർവ്വശക്തിയും എടുത്ത്, അവന്റെ ഫുൾ സ്ട്രെങ്ത്, ശക്തിയും എടുത്ത് അവൻ അത് അവിടെ നിന്ന് നീക്കാൻ നോക്കുകയാണ്. ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അവസാനം അവൻ എന്ത് സാധിച്ചു? ആ ബ്രാഞ്ച് അവിടെ നീക്കാനും ആ ക്രോനെ, മദർ ക്രോനെ രക്ഷപ്പെടുത്താനും സാധിച്ചു. The crow's eyes welled up. She looked at Rocky with gratitude. അപ്പൊ കാക്ക ആ മദർ ക്രോന്റെ കണ്ണുകളൊക്കെ അങ്ങനെ നനഞ്ഞു. എന്തുകൊണ്ടാണ്? വളരെയധികം നന്ദിപൂർവ്വം. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്? മദർ ക്രോ റോക്കിയെ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ നോക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? നന്ദിയാണ്. അപ്പൊ നന്ദിപൂർവ്വം രക്ഷപ്പെടുത്തിയതിന് നമ്മൾ താങ്ക്സ് പറയുന്ന പോലെ നന്ദിപൂർവ്വം റോക്കിയെ നോക്കുകയാണ്.
എന്നപ്പോ റോക്കി എന്ത് പറഞ്ഞു? ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ്. അപ്പൊ ടേക്ക് കെയർ, മദർ ക്രോന്റെ അടുത്ത് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് ടേക്ക് കെയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് റോക്കി എന്ത് ചെയ്തു? അവിടെ നടന്നുപോയി. ഓക്കെ, ഇതാണ് കഥ. അപ്പൊ റോക്കിന്റെ ബോൺ തട്ടിയെടുത്ത മദർ ക്രോ, ആ ക്രോനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ? അല്ലാതെ എന്താണ്, വേണമെങ്കിൽ റോക്കിക്ക് ഹെൽപ്പ് ചെയ്യാണ്ട് പോവാമായിരുന്നു, പക്ഷെ റോക്കി അങ്ങനെ ചെയ്തില്ല. ചിക്സിനെയും അതേപോലെ തന്നെ മദർ ക്രോനെയും അവിടുന്ന് രക്ഷപ്പെടുത്താനാണ് റോക്കി ശ്രമിച്ചത്. മദർ ക്രോനെ രക്ഷപ്പെടുത്തി അല്ലെ? മദർ ക്രോ, ആ ക്രോയായിരുന്നു വന്ന് റോക്കിന്റെ ബോണൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോയത്. പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ റോക്കി എന്ത് ചെയ്തു? ആ മദർ ക്രോനെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ ഇൻ ദ റോക്കീസ് പ്ലേസ്. ഇവിടെ നിങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, എന്തായിരിക്കും റോക്കിയുടെ സ്ഥലത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തീർച്ചയായിട്ടും മദർ ക്രോനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഐ വിൽ ട്രൈ ടു സേവ് ദ ക്രോ. ആ ക്രോനെ സേവ് ചെയ്യാൻ തന്നെയായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാവും അല്ലെ? ക്രോനെയും അതുപോലെ ചിക്സിനും സേവ് ചെയ്യാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും റോക്കിന്റെ സ്റ്റോറി ഇഷ്ടമായില്ലേ? റോക്കിന്റെ അല്ലെ, റോക്കിനെയും അതുപോലെ നമ്മുടെ മദർ ക്രോനെ സേവ് ചെയ്ത റോക്കി അല്ലേ? അപ്പൊ റോക്കിന്റെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ റീഡിംഗ് വീഡിയോ മാത്രമല്ല ഉള്ളത്, നമ്മുടെ ആക്ടിവിറ്റി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്